ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഷഹനാസ് ഹെൽത്തി വേൾഡ്. ഒരുപാട് ആൾക്കാരുടെ കുറച്ച് സംശയങ്ങൾ ഇന്ന് പരിഹരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. എന്താണെന്നല്ലേ, ഒരുപാട് ആൾക്കാർ എന്നോട് പറയാറുണ്ട്, ചേച്ചി കുറേ കാലമായി പട്ടിണി കിടന്നിട്ട് വരെ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുന്നില്ല, കുറേ ഫുഡ് ഞങ്ങൾ അവോയ്ഡ് ചെയ്യും എന്നിട്ടും വെയിറ്റ് ലോസ് ഉണ്ടാവുന്നില്ല. പട്ടിണി കിടന്നാൽ വെയിറ്റ് ലോസ് ഉണ്ടാവും? ഇല്ല, പട്ടിണി കിടന്നാൽ നമുക്കൊരിക്കലും വെയിറ്റ് ലോസ് ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരാൾ എങ്ങനെയാണോ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കുന്നത്, അതേപോലെ തന്നെ ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ ആവശ്യമുള്ള ഫുഡ് കഴിച്ചാൽ മാത്രമേ നമുക്ക് ഒരു വെയിറ്റ് ലോസും ഉണ്ടാവുകയുള്ളൂ. ഏതൊക്കെ ഫുഡ് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ എപ്പോഴൊക്കെ കഴിച്ചാലാണ് നല്ലൊരു വെയിറ്റ് ലോസ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. വെയിറ്റ് ലോസിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ് പ്രോട്ടീൻ റിച്ച് ഫുഡ്. ഈ പ്രോട്ടീൻ റിച്ച് ഫുഡ് നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വെയിറ്റ് ലോസ് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഏതൊക്കെ ഫുഡാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളതല്ലേ. മാക്സിമം എഗ്ഗ്, ചെറുപയർ, നട്ട്സ്, ഗ്രീക്ക് യോഗട്ട്, ചിക്കൻ, ഇതൊക്കെ പ്രോട്ടീൻ്റെ റിച്ച് കലവറയാണ്. ഇനി നമ്മളിൽ നോൺ വെജിറ്റേറിയൻസ് മാത്രമല്ല വെജിറ്റേറിയൻസും ഉണ്ടാവും. അവരിൽ നമ്മൾ ചിക്കന് പകരം സോയാ ചങ്ക്സ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അതും പ്രോട്ടീൻ്റെ നല്ലൊരു കലവറയാണ്. ഇനി എഗ്ഗ് എങ്ങനെയാണെന്നല്ലേ, നമ്മൾ കൂടുതൽ ആൾക്കാരും എഗ്ഗ് ഒന്നില്ലെങ്കിൽ ബുൾസൈ ആയിട്ടോ അല്ലെങ്കിൽ ഓംലെറ്റ് ആയിട്ടൊക്കെയാണ് ഉപയോഗിക്കാറ്. പക്ഷേ നിങ്ങൾ വെയിറ്റ് ലോസ് ആണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് എഗ്ഗ് മാക്സിമം ബോയിൽ ചെയ്തിട്ട് തന്നെ കഴിക്കുക. എഗ്ഗ് പ്രോട്ടീൻ റിച്ച് മാത്രമല്ല, നല്ലൊരു കാൽഷ്യം കലവറ കൂടെയാണ്. അപ്പോൾ നമുക്കിത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ കൊടുക്കാവുന്ന ഒന്നാണ് കേട്ടോ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് യൂസ് ചെയ്യേണ്ട സാധനം എന്ന് പറയുന്നത് നട്ട്സാണ്. ബദാം, കാഷ്യൂ, വാൾനട്ട്, അങ്ങനെ നട്ട്സ് എന്ന് പറയുന്നത് നല്ല പ്രോട്ടീൻ റിച്ച്, അയൺ റിച്ച്, അതേപോലെ തന്നെ വൈറ്റമിൻ എയും ബിയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. പക്ഷേ നമ്മളിൽ പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, ഇത്രയും എക്സ്പെൻസ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു വെയിറ്റ് ലോസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നുള്ളത്. നിങ്ങൾക്കിനി ബദാമും വാൾനട്ടൊക്കെ വാങ്ങാൻ ബുദ്ധിമുട്ടാണ്, ഓവർ എക്സ്പെൻസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് പീനട്ട് യൂസ് ചെയ്യാം, നിലക്കടല. അതും നല്ല ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. പക്ഷെ നമ്മൾ മാർക്കറ്റിൽ കിട്ടിയിരിക്കുന്ന നല്ല ഫ്ലേവർ ആഡ് ചെയ്തിരിക്കുന്ന കുറേ മസാലകൾ ആഡ് ചെയ്തിരിക്കുന്നതും സാൾട്ട് ആഡ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള നട്ട്സ് ഒന്നും യൂസ് ചെയ്യരുത്. പ്ലെയിൻ ആയിട്ടുള്ള നട്ട്സ് മാത്രം മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നമുക്ക് നേരെ ഗ്രീക്ക് യോഗട്ടിലേക്ക് വരാം. സാധാരണ തൈരിനേക്കാളും എന്തുകൊണ്ടും പ്രോട്ടീൻ്റെ അളവ് വളരെയധികം കൂടുതലുള്ളതാണ് ഗ്രീക്ക് യോഗട്ട്. സാധാരണ തൈരിൽ അടങ്ങിയിരിക്കുന്ന 5 ഗ്രാം പ്രോട്ടീനേക്കാളും എന്തുകൊണ്ടും 100 ഗ്രാമിൽ 10 ഗ്രാം വരെ പ്രോട്ടീന് നമ്മുടെ ഗ്രീക്ക് യോഗട്ടിൽ അടങ്ങിയിട്ടുണ്ട്. അത് മാത്രമൊന്നുമല്ല, നമ്മൾ ഈ ഗ്രീക്ക് യോഗട്ട് നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുമ്പം നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു മെറ്റാബോളിസം ഡൈജഷനും ഒക്കെ നമ്മൾക്ക് നടക്കും. ഇനിയിപ്പോൾ ഇതൊക്കെ വാങ്ങാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വേഗം നിങ്ങളുടെ കിച്ചണിലേക്ക് ചെല്ലുക. അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോട്ടീൻ്റെ റിച്ച് കലവറയായിട്ടുള്ള ചെറുപയറുണ്ട്. ഈ ചെറുപയറും നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡേ ഫുള്ള് നിങ്ങളുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനും നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കുവാനും സാധിക്കും. നിങ്ങൾ ചെറുപയർ മാക്സിമം തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ട് മോർണിംഗ് എണീറ്റിട്ട് അത് ബോയിൽ ചെയ്ത് കഴിക്കുക. ഇനി ഇതിനേക്കാളും നിങ്ങൾക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് കിട്ടുന്നത് ചെറുപയർ മുളപ്പിച്ച് കഴിക്കുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ പ്രോട്ടീൻ കണ്ടന്റും അതിൻ്റെ ബെനിഫിറ്റും കൂടുതലായിരിക്കും. പിന്നെ അതേപോലെ ചിലർക്കുള്ള ഡൗട്ടാണ്, നമ്മൾ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ വണ്ണം വെക്കാറല്ലേ പതിവ് എന്നുള്ളത്. നമ്മൾ ചിക്കന് അതിൻ്റേതായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് ചിക്കൻ സഹായിക്കുക. അതേപോലെ നമ്മൾ കുക്ക് ചെയ്യുന്നതിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒരിക്കലും നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഫ്രൈ ചെയ്തെടുക്കരുത്, ഓവർ സ്പൈസസ് യൂസ് ചെയ്യരുത്. നമ്മൾ അതിന് പകരം ചിക്കനൊക്കെ എല്ലാ കറികളായിട്ട് തന്നെ യൂസ് ചെയ്യുക. ഓവർ ഓയിലോ അതേപോലെ ഓവർ സ്പൈസസോ ആഡ് ചെയ്യാണ്ടിരിക്കുക. അപ്പം പറഞ്ഞതുപോലെ എനിക്കും കുറച്ച് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഫുഡ് വാങ്ങാനുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി പോയാലോ? നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് പോകുന്നത് ബത്തേരിയിലെ മിൻറ്റ് മാളിലുള്ള ഷോപ്രിക്സിലേക്കാണ് കേട്ടോ. എൻ്റെ ഒരുവിധ എല്ലാ പർച്ചേസിങ്ങും ഞാൻ അവിടെ നിന്ന് തന്നെയാണ് ചെയ്യാറ്. മാക്സിമം അവർ ഓഫർ തരാറുമുണ്ട്. എൻ്റെ 1 വീക്കിലേക്കുള്ള ഫുഡിൻ്റെ പർച്ചേസിംഗ് ആണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്സിമം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന എല്ലാ ഫുഡും ഞാൻ പർച്ചേസ് ചെയ്യാറുണ്ട്. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.
അപ്പോൾ ഇനി മറ്റൊരു യൂസ്ഫുൾ ആയിട്ട് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.